Greetings in the name of our Lord and Savior Jesus Christ. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. What a privilege to worship God. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് എത്ര വലിയൊരു അനുഗ്രഹമാണ്. Is it a privilege? അതൊരു അനുഗ്രഹം തന്നെയാണോ? What a privilege to come together and worship God. ഒരുമിച്ച് വന്ന് കൂട്ടായ്മയോടെ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന എത്ര വലിയൊരു അനുഗ്രഹം. I think it's during the COVID time we realized how valuable this time is. എനിക്ക് തോന്നുന്നു കോവിഡ് നേരത്താണ് നമ്മൾ ചിന്തിച്ച എത്ര വലിയ അമൂല്യമായ ഒരു വരമാണ് ഒരുമിച്ച് കൂട്ടായ്മയ്ക്ക് വരുന്നത്. So don't take this times for granted. അതുകൊണ്ട് ചുമ്മാ ലാഘവത്തോടെ നിങ്ങൾ എടുക്കരുത്. Just thank the Lord every time you come together with the brethren to praise God. ഒരുമിച്ച് സഹോദരമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ആ നേരത്തിനെ ദൈവത്തിന് നന്ദി പറയണം. So let's start with the word of prayer. നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Hallelujah. Lord, I just thank you for this day. കർത്താവേ, ഈ ദിവസത്തിന് അങ്ങേക്ക് നന്ദി പറയുന്നു. And I thank you for what you're going to speak to each one of us. ഇന്ന് ഞങ്ങളോട് ഏവരോടും സംസാരിക്കാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. Your word is life. അങ്ങയുടെ വചനം ജീവനാണ്. And I release life into every person here. ആ ജീവൻ ഇവരിരിക്കുന്ന ഏവരുടെ മേലും കർത്താവെ ഞാൻ റിലീസ് I release life into those watching online. ഓൺലൈൻ കാണുന്നവരുടെ മേലും അങ്ങയുടെ ജീവനെ റിലീസ് ചെയ്യുന്നു. Because we need that life. കാരണം ആ ജീവൻ ഞങ്ങൾക്ക് ആവശ്യമാണ്. And I pray that each one will open their hearts to your word. കർത്താവെ, പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഏവരും അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ തുറന്നു കൊടുക്കുമെന്ന്. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. 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 John chapter 3 records the conversation of Nicodemus, the Pharisee. He comes in the night to meet Jesus. യോഹന്നാന്റെ 3 നമുക്ക് യേശുക്രിസ്തു നിക്കോഡമസ് എന്ന് പറഞ്ഞ ഒരാൾ യേശുക്രിസ്തുവിനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം രാത്രി നേരത്ത്. And so Nicodemus has seen the miracles and he understands that. He says, "Teacher, Rabbi, no one can do such miracles unless it's from God." നിക്കോഡിമസ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടു. എന്നിട്ട് യേശുക്രിസ്തു കൊണ്ട് പറയുവാണ്, റബ്ബായി, ദൈവം അയക്കാതെ ആർക്കും നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. And Jesus tells him, "Unless you are born again, you cannot see the kingdom of God." യേശുക്രിസ്തു അദ്ദേഹത്തോട് പറയുന്നു, നീ വീണ്ടും ജനിക്കാതെ ദൈവത്തിന്റെ രാജ്യം കാണാൻ സാധിക്കത്തില്ല. He goes on to tell him that the Son of Man has come down and he has to ascend so that whosoever believes in him will have eternal life. പറയുകയും ചെയ്യുന്നു തുടർച്ചയായിട്ട്, മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നു, അതുപോലെ തന്നെ തിരിച്ച് മഹിമയിൽ മേളിൽ പോവുകയും ചെയ്യും, അല്ലാതെ ആർക്കും ഈ ജീവൻ പ്രാപിക്കാൻ പറ്റത്തില്ലെന്ന്. And Nicodemus cannot understand. He just can't understand. Jesus says, "You can't understand the things of this earth. How will you understand if I tell you heavenly things?" അപ്പോൾ ആ നിത്യജീവനെ കുറിച്ച് പറഞ്ഞത് നിക്കോഡിമസിന് മനസ്സിലാകാൻ കഴിഞ്ഞില്ല. അപ്പം യേശുക്രിസ്തു പറയുവാണ്, ഈ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സ്വകാര്യത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്ക് എങ്ങനെ മനസ്സിലാകുമെന്ന്. Then Jesus tells him one of the key verses in our Bible. One verse I think nearly every Christian will know, John 3:16. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോഹന്നാൻ 3:16 ആ നിർണായകമായ വാക്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന യേശുക്രിസ്തു പറയുന്നത്. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have eternal life. അത് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് വായിക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. So often we stop at whoever believes in him shall not perish. നമ്മൾ പലപ്പോഴും അവൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകില്ല എന്ന ഒരു വാക്യത്തിൽ അങ്ങ് നിൽക്കുക. We just stop there. നമ്മൾ അവിടെ തന്നെ അങ്ങ് നിന്ന്, and we are grateful that God saved us. നമ്മളെ ദൈവം രക്ഷിച്ചതിന് നമുക്ക് നന്ദിയും കാണും. Now we are ready to go to heaven. ഇപ്പൊ നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരുക്കി നിൽക്കുകയാണ്. But it doesn't stop there. എങ്കിലും അത് അവിടെ തീരുന്നില്ല. Jesus came not only that we should not perish, but that we should have eternal life. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മാത്രമല്ല യേശുക്രിസ്തു വന്നേ, അതിൻ്റെ കൂടെ നിത്യജീവൻ പ്രാപിക്കാൻ കൂടിയാണ്. The word life in Greek, there are different words. One is bios, from which biology comes. ജീവൻ എന്ന വാക്കിന് ഗ്രീക്കിൽ ബയോസ് എന്നൊരു പദമുണ്ട്. അതിൻ്റെ അർത്ഥം ബയോളജി, അതിൽ നിന്നാണ് വരുന്നത്, ജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. And the other word which is used here is zoe. എങ്കിലും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ സോയെ എന്ന പദമാണ്. The abundant life. അതിൻ്റെ അർത്ഥം കവിഞ്ഞൊഴുകുന്ന ജീവൻ എന്നാണ്. And so here Jesus is saying you will have eternal or everlasting life.
അപ്പം യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകും, അല്ലെങ്കിൽ ശാശ്വതമായ ജീവൻ ഉണ്ടാകും, everlasting Zoe. ശാശ്വതമായ സോയി ജീവൻ. And the word everlasting is eneos. അവിടെ ആ നിത്യജീവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏരിയോസ് എന്നാണ്, from which eon, that is ages, comes. അതിൽ നിന്നാണ് ഇയോൺ അല്ലെങ്കിൽ കാലങ്ങൾ എന്നുള്ള ആ ഒരു പദം വരുന്നത്. And so when you say eneos, you see everlasting, you think it's just endless. അപ്പം ഏനിയോസ് നമ്മൾ അല്ലെങ്കിൽ നിത്യജീവൻ നമ്മൾ കേൾക്കുമ്പോൾ അവസാനിക്കാത്ത ജീവൻ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. But actually it's not just referring to the duration, but it also refers to the quality of that life. എങ്കിലും ആ പദം കാണിക്കുന്നത് ആ ജീവന്റെ ദൗർബല്യത്തെ മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റി, മികവിനെ കൂടിയാണ്. It is not an ordinary life. അതൊരു സാധാരണ ജീവിതമല്ല. Eternal life is the life of God. നിത്യജീവൻ ദൈവത്തിന്റെ തന്നെ ജീവനാണ്. No one's excited. ഇത് കേട്ടിട്ട് ആർക്കും ഒരു സന്തോഷമില്ല. We have the life of God. നമുക്ക് ദൈവത്തിന്റെ ജീവനുണ്ട്. Please tell your neighbor, you have the life of God. നിങ്ങളുടെ അടുത്തിരിക്കുന്നവരൊന്ന് പറയട്ടെ, നിങ്ങൾക്ക് ദൈവത്തിന്റെ ജീവനുണ്ട്, You have eternal life. നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. You know, that word eternal life is used so many times by the Apostle John. അപ്പോസ്തലനായ യോഹന്നാൻ പലപ്പോഴും ആ നിത്യജീവൻ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. Around 17 times in the gospel, and even in the letters he keeps on saying about eternal life. ഏകദേശം ഗോസ്പലിൽ തന്നെ 17 പ്രാവശ്യം ഉപയോഗിക്കും. പിന്നെ അദ്ദേഹം എഴുതിക്കുന്ന എല്ലാ ലേഖനങ്ങളിലും അത് ഉപയോഗിക്കുന്നുണ്ട്. He must have had such an awareness of what Jesus has given us. യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന ആ ജീവനെ കുറിച്ച് അത്രമാത്രം ഒരു ബോധ്യം അദ്ദേഹത്തിന് So ഉണ്ടായിരിക്കും. today I'm just sharing about what eternal life is. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നത് ആ നിത്യജീവൻ എന്തുവാണെന്നാണ്. So what do you understand about eternal life? നിത്യജീവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ മനസ്സിലാവുന്നത്? First of all, it's a gift from God, isn't it? ആദ്യമായിട്ട് ദൈവം നമുക്ക് തന്നൊരു വരമാണ്, സമ്മാനമാണ്. Amen. ആമേൻ. We don't need to do anything to earn it. അത് പ്രാപിക്കാൻ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. God is so good, isn't he? To just choose us and give us his chance to know him. Wow, what a privilege. ഇത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മളെ തെരഞ്ഞെടുത്ത് ദൈവത്തിന് അറിയാനുള്ള അവസരം നമുക്ക് ലഘുവായി തന്നു. Romans 6:23 says, "For the wages of sin is death, but the free gift of God is eternal life in Christ Jesus our Lord." റോമ 6:23 അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. Suppose someone gives you a beautiful gift and you just keep it aside and don't use it. ആരെങ്കിലും നമുക്ക് മനോഹരമായ ഒരു സമ്മാനം തന്നിട്ട് നമ്മളത് ഉപയോഗിക്കാതെ ഒരു അറ്റത്ത് അങ്ങനെ മാറ്റി വെക്കും. You don't want to spoil it. Sometimes at our homes, when we buy new things, oh, I don't want to spoil it, I'll just use the old ones. But the Lord is saying, I have given you a gift, use it. ചിലപ്പോഴൊക്കെ വീട്ടിൽ ഒരു കാര്യം പുതുതായിട്ട് വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിച്ച് നശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ അറ്റത്ത് അത് മാറ്റി വെക്കും. പക്ഷെ ദൈവം പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാനാണ് ഇത് തന്നിരിക്കുന്നത്. And so it is something free and something very precious. അതുകൊണ്ട് സൗജന്യമായി കിട്ടിയെങ്കിലും വളരെ അമൂല്യമായ ഒന്നാണ് നിത്യജീവൻ. I remember coming to know the Lord many years back, but now also I am so grateful for this gift. ഞാൻ വളരെ വർഷം മുമ്പാണ് ദൈവത്തെ അറിയാൻ വന്നെങ്കിലും ഈ സമ്മാനത്തിന് ഞാൻ ഒത്തിരി നന്ദിയുണ്ട്. We went for some to help some people for inner healing sessions, and when I talked to them, I was thinking, Lord, because I know you, I have been safe all these years. If I didn't know you, if I hadn't got this gift, I would have messed up in so many areas. പലപ്പോഴും ഞാൻ ഈ ആന്തരിക സൗഖ്യത്തിൻ്റെ സെഷൻസിനൊക്കെ പോയി അത് എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവെ അങ്ങയുടെ നിത്യജീവൻ അറിഞ്ഞ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ സുരക്ഷിതമായിട്ടിരിക്കുന്നത്. So first of all, it's a gift. അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് ലഭിച്ച ഒരു സമ്മാനമാണ്. Secondly, it starts now. അത് തുടങ്ങുന്നത് ഇപ്പോഴാണ്. John 3:36 says, "He who believes in the Son has eternal life." That is present tense. "But he who does not obey the Son will not see life, but the wrath of God abides on him." യോഹന്നാൻ 3:36 നമുക്കതിങ്ങനെ വായിക്കാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല,
ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പം പുത്രനെ വിശ്വസിക്കുന്നവന് എന്ന് പറയുമ്പോൾ അത് ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് The പറയുന്നത്. Greek word is in the present tense. You have eternal life. അവിടെ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നിങ്ങൾക്കത് ഉണ്ട് എന്നാണ്. ആ Just tell your neighbor, I have eternal life. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്കൊന്ന് പറയാമോ, എനിക്ക് നിത്യജീവനുണ്ട്. We don't have to wait to go to heaven to have eternal life. Each day is eternal life. അത് അനുഭവിക്കാൻ നമുക്ക് സ്വർഗം വരെ പോകേണ്ട ആവശ്യമില്ല. നമുക്കുള്ള ഈ ഭൂമിയിലെ ഓരോ ദിവസവും ആ നിത്യജീവൻ അനുഭവിച്ച് ജീവിക്കാം. Does that make life exciting? ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു എക്സൈറ്റ്മെന്റ് വരുന്നില്ലേ? Very, very poor response. Does that make life exciting? നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലേ? Do you know the potential of this life? ഈ ജീവന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാം? We have not tapped into what God has for us. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അടുത്തിട്ട് പോലുമില്ല. And you don't have to be a preacher or anything. You just have to be a child of God who surrendered. And then you can tap into this eternal life. ഇത് അനുഭവിക്കാൻ നമുക്കൊരു പ്രീച്ചർ ഒന്നും ആകേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിനായി ഒപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതലായാൽ മതി. So are we going to make a decision, church, today that we are going to be serious about eternal life? അതുകൊണ്ട് ഇന്ന് നമുക്ക് സഭ ഒരു തീരുമാനം എടുക്കാവോ, ഈ നിത്യജീവനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആവാം. Will you be serious? നിങ്ങൾ അതിനെക്കുറിച്ച് സീരിയസ് ആവുമോ? Each of you? നിങ്ങൾ ഏവരും. I've decided I have to be serious about the life, this gift that God has given me. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ തന്ന സമ്മാനത്തിനായി ഞാൻ ഇനി തൊട്ട് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ പോവാൻ. Thirdly, what is eternal life? മൂന്നാമത് നിത്യജീവൻ എന്തുവാണ്? It is knowing God. അത് ദൈവത്തെ അറിയുന്നതാണ്. In John 17, where Jesus talks to the disciples and he's praying from 14 to 17 before he is crucified, in the long discourse, he talks to them and says in chapter 17, verse 3, "This is eternal life, that they may know you, the only true God, and Jesus Christ, whom you have sent." യോഹന്നാൻ 17:3 അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് യേശുക്രിസ്തു പറയുന്നത്. നമുക്കൊന്ന് കേൾക്കാം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. So what is eternal life? അപ്പോൾ നിത്യജീവൻ എന്തുവാണ്? Knowing God. ദൈവത്തെ അറിയുന്നത്. Knowing God. ദൈവത്തെ അറിയുന്നത്. And the word in Greek is ginosko. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ജിനോസ്കോ എന്ന പദമാണ്. It's not simply to know, but to know by experience, to know absolutely. അതിൽ അറിയുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെറുതെ ചുമ്മാതെ അറിയുന്ന പരിചയപ്പെടുന്നതല്ല, വ്യക്തിപരമായി അറിഞ്ഞ് പരിചയപ്പെടുന്നതാണ്. You can know a person by just seeing them every day, probably your neighbor whom you probably haven't talked much to, or you can know a person because you are friends and you spend some time. But then you can know someone closer, even in a marriage, to know the other person so close. That is the word used here, ginosko. നമുക്ക് പല രീതിയിൽ അറിയാൻ സാധിക്കും ആൾക്കാരെ. നമ്മുടെ അയൽവക്കാരെയൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ടാൽ അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. നമ്മുടെ സുഹൃത്തുക്കളെ കൂടെ നടന്നവരെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മുടെ പങ്കാളിയെ അടുത്തറിഞ്ഞ് വ്യക്തിപരമായി അറിയാനും പറ്റും. ആ അറിവിനെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. Amen. When you know to the point that you just know how they behave, isn't it? നമ്മൾ എന്തുമാത്രം അറിയുന്നു വെച്ചാൽ അവർ ഓരോ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറും നമുക്ക് അറിയാം. After some time, sometimes I'll tell my husband, this happened, you did this, no? He says, how did you know? I knew. That is the pattern because I know him. ഞാൻ പലപ്പോഴും എൻ്റെ ഭർത്താവിനെ എന്തുമാത്രം അറിയുന്നതെന്ന് വെച്ചാൽ ചില സാഹചര്യം വരുമ്പോൾ ഞാൻ പറയും, അപ്പം നിങ്ങൾ ഇങ്ങനെയല്ലായിരിക്കുമോ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾക്ക് ഇതെങ്ങനെ മനസ്സിലായെന്ന്. അത്രമാത്രം എനിക്ക് വ്യക്തിപരമായി അറിയാം. After some time, you don't have to speak. You understand each other by the expressions on their face. That is the way God is saying, that is eternal life. To know the God who created you in this way. കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആരും ഒന്നും പറയേണ്ട ആവശ്യം പോയില്ല. അവരുടെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ എന്തുവാണ് ഓടുന്നതെന്ന്. ആ തരത്തിലുള്ള അറിവിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, വ്യക്തിപരമായ ആ അറിവിന്. Incredible, isn't it? ഇത്ര മനോഹരമായിരിക്കുന്നല്ലേ. Adam and Eve were made for fellowship. ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ച് തന്നെ കൂട്ടായ്മയ്ക്കാണ്. There was no other agenda. മറ്റൊരു പദ്ധതിയില്ലായിരുന്നു. No need to make companies, do businesses, nothing. Just to enjoy God and know Him. നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കിയോ വലിയ വലിയ ബിസിനസ് ചെയ്യുക എന്നൊരു പദ്ധതി ഒന്നുമില്ലായിരുന്നു. ദൈവത്തെ അറിയുക, അതിൽ കൂട്ടായ്മ ഒരുമിച്ച് കണ്ടെത്തുക. That was what Adam and Eve experienced. അതായിരുന്നു ആദാമിന്റെ ഹവ്വയുടെ അനുഭവം. But they disobeyed and they lost that fellowship.
എങ്കിലും അവർ അനുസരണക്കേട് കാണിച്ച് ആ കൂട്ടായ്മ അവർക്ക് കൈവിട്ടു പോയി. And we know that it's in the fullness of time when Jesus came and he just took away the veil and he restored us so that now we can have that type of fellowship with the Lord. എങ്കിലും നമുക്കറിയാം കാലത്തിൻ്റെ സമ്പൂർണ്ണത വന്നതോടെ യേശുക്രിസ്തു വന്നു, ആ തിരശ്ശീല ചീന്തി ആ വ്യക്തിബന്ധം ദൈവമായിട്ട് നമുക്ക് പുതുക്കി തന്നിരിക്കുന്നു. Today my question to you is, do you know this God? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം, ഈ ദൈവത്തെ നിങ്ങൾക്ക് അങ്ങനെ അറിയാമോ? Do you know him? നിങ്ങൾക്ക് ദൈവത്തെ അറിയാമോ? Do you know him because of your parents? Do you know him because of someone else? The Lord is saying that is not enough. നിങ്ങൾ ഈ ദൈവത്തെ അറിയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ കൂടിയാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പരിചയപ്പെടുത്തി തന്നിട്ടാണ് നിങ്ങൾ അറിയുന്നത്? അങ്ങനെയാണെങ്കിൽ അത് മാത്രം പോരാ. Do you know him because your spouse knows him? നിങ്ങളുടെ പങ്കാളി അറിയുന്നതുകൊണ്ടാണോ നിങ്ങൾ അറിയുന്ന ദൈവത്തെ? That's not enough. എങ്കിൽ അത് മതിയാവില്ല. The Lord is saying, I want you to know me. ദൈവം പറയുന്നത് നിങ്ങൾ എന്നെ അറിയണം എന്നാണ്. Just think about it. അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. Sometimes in the business of ministry, I don't spend enough time with the Lord. And I say, Lord, forgive me. ചില സമയം സുവിശേഷത്തിൻ്റെ ആ ഒരു പ്രവൃത്തിയിൽ പോലും ദൈവമായിട്ട് അധികം സമയം ചെലവഴിക്കാൻ കഴിയാതെ പിന്നെ ദൈവത്തോട് പറയേണ്ടി വരും. Sometimes I wake up in the night and say, Lord, I didn't read the word to know you. Sorry. ചില സമയം രാത്രി ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ പറയും, കർത്താവെ, അങ്ങേ അറിയത്തക്ക രീതിയിൽ ഞാൻ വചനം വായിച്ചിട്ടില്ല. I just read the word to tell myself that I finished reading this much. പലപ്പോഴും ഞാൻ വചനം വായിച്ച് തീർത്തുന്ന എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വചനം വായിക്കുന്നത്. And recently I just told the Lord, forgive me. I don't need anything else but to know you. അപ്പോൾ ഈയിടെ ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് മറ്റൊന്നും വേണ്ട, അങ്ങേ അറിഞ്ഞാൽ മാത്രം മതി. Nothing else counts. കാരണം മറ്റൊന്നിനും ഒരു മൂല്യമില്ല. Because I don't want God to look at me and say, I didn't know you. കാരണം ദൈവം എന്നെ നോക്കി ഞാൻ നിന്നെ അറിയില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Just think, I'm just going to pray right now for. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവേ, നിങ്ങൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കർത്താവിനെ അറിയുന്നില്ലെങ്കിൽ, ചിലപ്പോൾ പണ്ട് അറിയായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങോട്ടൊരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, നിങ്ങൾ എന്നെ അറിയണം, ഞാൻ കാത്തിരിക്കുന്നു. നീ വചനം വായിക്കുമ്പോൾ എൻ്റെ എഴുത്തുപോലെ വായിക്കണം, എൻ്റെ ലവ് ലെറ്റർ അത്. കർത്താവേ, ഞാൻ ഇവിടെ ഉള്ളവർ ഓരോരുത്തരെയും നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ചിലർക്കൊക്കെ അറിയത്തില്ല, പക്ഷേ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരുടെ ആത്മീയ കണ്ണ് തുറക്കണം. കർത്താവിനെ അറിയാൻ അവരുടെ ആത്മീയ ചെവികളെ തുറക്കാൻ. വെറുതെ എല്ലാ ഞായറാഴ്ചയും വന്ന് സഭയിൽ വരാൻ ഒരു കൂട്ടമായിട്ടല്ല ഞങ്ങളെ കാണേണ്ടത്. കർത്താവിനെ അറിയുന്ന ഒരു സഭയായിരിക്കണം, നിത്യജീവൻ രുചിച്ചറിയുന്ന ഒരു സഭയായിരിക്കണം ഞങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാട്ട് കർത്താവിനോട്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയില്ല നിങ്ങളുടെ സാഹചര്യം, പക്ഷെ കർത്താവിനറിയാം. നമുക്കൊരിക്കലും അത് മറച്ചു വെക്കാൻ പറ്റില്ല. കർത്താവ് ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ക്ഷമ ചോദിച്ചാൽ മതി. എന്നിട്ട് ഇനി തൊട്ട് എനിക്ക് മൈ ഫസ്റ്റ് പ്ലേസ്, എൻ്റെ ആദ്യ സ്നേഹം കർത്താവായിരിക്കണം, എൻ്റെ ആദ്യം കർത്താവായിരിക്കണം. Hallelujah, 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 hallelujah. I believe the Lord is receiving your words. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ വാക്കുകളെ സ്വീകരിക്കുക. And the Lord is excited. എന്നിട്ട് അത് ദൈവത്തിന് ഉത്സാഹമുണ്ട്. And he's saying, yes, together you can have with me, as you walk with me, you will experience eternal life. ദൈവം പറയുന്നത്, നിങ്ങൾ എന്നോട് ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ആ സമൃദ്ധിയുടെ ജീവൻ അനുഭവിക്കും. Amen. 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 So we have made a decision to know him better. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുത്തിരിക്കുന്നു കുറച്ചുകൂടി നല്ലപോലെ ദൈവത്തെ. So we need to do all in our power to know him. അതുകൊണ്ട് നമ്മുടെ ശക്തിയുള്ള എന്തും നമുക്ക് ചെയ്യാം ദൈവത്തെ അറിയാൻ. And that would mean, instead of just listening to some things on you, just spending more time in the word.
അപ്പം ഒരുപക്ഷെ അതിൻ്റെ അർത്ഥമായിരിക്കാം ചുമ്മാ യൂട്യൂബിലും അവിടെ ഇവിടെ ദൈവത്തെക്കുറിച്ച് കേൾക്കുന്നതിനേക്കാൾ കുറച്ചു നേരം സമയമെടുത്ത് ദൈവത്തിൻ്റെ വചനം വായിക്കുക. You know, if you read one paragraph aloud and clearly itself, it will change your day. നിങ്ങൾക്കറിയോ, ഒരു പാരഗ്രാഫ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒച്ചത്തിൽ വായിക്കാൻ തന്നെ നിങ്ങളുടെ ദിവസത്തെ അത് മാറ്റും. And so the more you read his word, you will understand who he is. അതുകൊണ്ട് അധികം നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അധികം ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. Amen. 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 So reading the word, spending time in his presence, making sure that you have that time to not only tell him what you need, but to listen to him. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമയം എടുക്കുക, ദൈവവചനം വായിക്കുക, സമയമെടുത്ത് ദൈവത്തിനോട് സംസാരിക്കാൻ മാത്രമല്ല ദൈവത്തിന് സംസാരിക്കുന്നത് കേൾക്കാൻ കൂടി സമയമെടുത്താൽ. We the intercessors have this problem from one prayer request to the next prayer request. We keep on praying different things. The Lord is saying, listen to me in between, isn't it? നമ്മൾ പ്രാർത്ഥനയിൽ മധ്യസ്ഥത വഹിക്കുന്ന നമുക്കുള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഒരു പ്രെയർ റിക്വസ്റ്റിൽ നിന്ന് അടുത്ത പ്രെയർ റിക്വസ്റ്റിലേക്ക് ഓടിക്കളിക്കും. എന്നാൽ ദൈവം പറയുവാണ് ഞാൻ പറയാനുള്ളത് കേൾക്കാൻ കുറച്ച് സമയം എടുത്താട്ടെ എന്ന്. So take time to know him. അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ അറിയാൻ സമയമെടുക്കുക. 1 John 5:19-20 says, we know that we are of God and that the whole world lies in the power of the evil one. And we know that the Son of God has come and has given us understanding so that we may know who is true, and we are in him who is true, in his Son, Jesus Christ. This is the true God and eternal life. 1 യോഹന്നാൻ 5:19-20 നമുക്കൊന്നിങ്ങനെ വായിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്നു നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. So the word says that you know everything around you is evil. ദൈവവചനം പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകത്തിൽ ദുഷ്ടതയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. But we know a greater truth. പക്ഷേ അതിലും വലിയൊരു സത്യവും നമുക്കറിയാം. That Jesus came to make us understand the Father. യേശു ക്രിസ്തു വന്നത് പിതാവിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. And so we may not be able to change everything around us. അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാത്തിനും ഒരുപക്ഷെ നമുക്ക് മാറ്റാൻ കഴിയില്ലായിരിക്കും. But we can change the way we live. പക്ഷെ നമ്മൾ ജീവിക്കുന്ന രീതി നമുക്ക് മാറ്റാൻ We സാധിക്കും. can live eternal life to the fullest. നമുക്ക് ആ നിത്യജീവൻ അതിന്റെ സമ്പൂർണ്ണതയിൽ ജീവിച്ചു തീർക്കാൻ സാധിക്കും. Amen. Amen. J.I. Packer, a man of God, said, "What were we made for? To know God." J.I. പാക്കർ എന്നൊരു ദൈവമനുഷ്യൻ ഇങ്ങനെ പറയുണ്ടായി, നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? ദൈവത്തെ അറിയാൻ. What aim should we have in life? To know God. ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ദൈവത്തെ അറിയാൻ. What is the eternal life that Jesus gives? To know God. യേശു ക്രിസ്തു തരുന്ന ആ നിത്യജീവൻ എന്തുവാണ്? ദൈവത്തെ അറിയുക. What is the best thing in life? To know God. ഈ ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യം എന്തുവാ? ദൈവത്തെ അറിയുക. What in humans gives God most pleasure? Knowledge of himself. മനുഷ്യരിൽ ദൈവത്തിന് ഏറ്റവും അധികം സന്തോഷം തരുന്ന കാര്യം എന്തുവാണ്? ദൈവത്തിനെ കുറിച്ചുള്ള അറിവ്. How can we please God? നമുക്ക് എങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കും? By knowing him. ദൈവത്തെ അറിഞ്ഞു തന്നെ. That's all the Lord is asking us. അത് മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. And from that knowledge we will start working and doing the good works that he wants us to do. ആ അറിവിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവം ആവശ്യപ്പെടുന്ന നല്ല പ്രവൃത്തികൾ ദൈവത്തിൻ്റെ ഇച്ഛയെ നിറവേറ്റും. So we are all going to enter into a next phase of eternal life from this moment, from this day, okay? അതുകൊണ്ട് ഈ നിമിഷം തൊട്ട് ഈ ദിവസം തൊട്ട് നമ്മൾ ഏവരും ആ നിത്യജീവന്റെ മറ്റൊരു ഘട്ടത്തേക്ക് കടക്കാൻ പോവുകയാണ്. Fourthly, it's more valuable than anything else. നാലാമത്തത് അതാണ് നമുക്ക് ഏറ്റവും അമൂല്യമായ കാര്യം. Matthew 13 verses 44-46, it says, "The kingdom of heaven is like a treasure hidden in the field, which a man found and hid again. And from joy over it, he goes and sells all that he has and buys that field. Again, the kingdom of heaven is like a merchant seeking fine pearls. And upon finding one pearl of great value, he went and sold all that he had and bought it." മത്തായി 13:44-46 വരെ നമുക്കതിങ്ങനെ വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു മറച്ചിട്ടു. തൻ്റെ സന്തോഷത്താൽ ചെന്നു തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ
ചെന്നു തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. I love these parables. എനിക്ക് ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. It's the choice of something so precious and giving up everything else for that. വളരെ അമൂല്യമായ കാര്യത്തിന് വേണ്ടി നമ്മൾ അമൂല്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും വിട്ടുകൊടുക്കുന്നു. We face this choice every day. ഈ തീരുമാനം ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ വരും. Every moment this choice comes before us. What do you choose? Do you choose God or do you choose the world? ഓരോ നിമിഷവും ഈ ഒരു തീരുമാനം നമ്മുടെ മുമ്പിൽ വരും. നിങ്ങൾ എന്തുവാണ് തിരഞ്ഞെടുക്കുന്നത്? ദൈവത്തെയാണോ ലോകത്തെയാണോ? In your workplace, are you choosing God or the world? നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തും ഇതേ തീരുമാനമോ? ദൈവമാണോ ലോകമാണോ? In your home, are you choosing God or the world? നിങ്ങളുടെ ഭവനത്തിൽ ദൈവമാണോ ലോകമാണോ? So every time we have to remind ourselves, I have to take the pearl of great price. ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തണം, ആ അമൂല്യമായ മുത്ത് വേണം നമ്മൾ തിരഞ്ഞെടുക്കുക. Because that is more valuable. കാരണം അതിനാണ് ഏറ്റവും മൂല്യമുള്ളത്. And the thing is, the Lord has given us the choice, the freedom, the free will to choose whether you want the pearl or whether you want the field. ദൈവം നമുക്ക് ആ സ്വാതന്ത്ര്യം നമ്മുടെ ഹിതത്തിന് തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണമെന്ന്. നിങ്ങൾക്ക് വേണ്ടിയത് ആ മുത്താണോ അതോ ആ പറമ്പാണോ or the world. അതോ ലോകമാണോ? So choose the pearl of great price. അതുകൊണ്ട് തന്നെ ഏറ്റവും അമൂല്യമായ ആ മുത്തിനെ തിരഞ്ഞെടുക്കുക. Paul, who according to the world standard was a scholar, he was taught by a well-noted Rabbi Gamaliel. He knew the scriptures, and in the world standards, he was really a distinguished person. പോള് ഗമാലിയൽ എന്ന ഫാരിഷ്യൻ്റെ ശിഷ്യത്വത്തിൽ വളർന്ന ആളാണ്. ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭയങ്കര അറിവുള്ള ഒരാളായിരുന്നു, ഭയങ്കര വലിയൊരു സ്റ്റാൻഡേർഡുള്ളൊരു വ്യക്തിയായിരുന്നു. But he considered it all loss, rubbish. In some versions says dung, like dung, means of no value compared to the knowledge of Christ. എങ്കിലും പൗലോസ് പറയുന്നത്, സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അത് ചവറെന്ന് ഞാൻ എണ്ണി എന്നാണ് പറയുന്നത്, ചവറെന്ന്. Let's read Philippians chapter 3 verse 7 to 11. But whatever things were gained to me, those things I have counted as loss for the sake of Christ. More than that, I count all things to be loss in view of the surpassing value of knowing Christ Jesus my Lord, for whom I have suffered the loss of all things and count them but rubbish, so that I may gain Christ and may be found in him, not having a righteousness of my own derived from the law, but that which is through faith in Christ, the righteousness which comes from God on the basis of faith. ഫിലിപ്പിയർ 3:7 തൊട്ട് നമുക്ക് വായിക്കാം. അത് 11 വരെ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും അങ്ങനെ വല്ല വിധേയനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. Amen. So he counts everything of his past as rubbish. അതുകൊണ്ട് തൻ്റെ കഴിഞ്ഞ കാലത്തിലുള്ള എല്ലാ അക്കംപ്ലിഷനും വെറും ചവറെന്നാണ് എണ്ണുന്നത്. And he's willing to give up all that to gain Christ. ക്രിസ്തുവിനെ പ്രാപിക്കാൻ വേണ്ടി അതൊക്കെ വിട്ടുകൊടുക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നു. Sometimes we may need to make choices to give up some things to take up Christ. ചില നേരം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ സാധിക്കും. We can't have everything and have this eternal life. There are things we need to kind of think, okay, I can't have this anymore. I can't do this anymore, because more importantly, I need to know Christ. നമുക്ക് പലപ്പോഴും എല്ലാം പിടിച്ചു മുറുകിക്കൊണ്ട് ഈ നിത്യജീവനെ അനുഭവിക്കാൻ സാധിക്കില്ല. ചില സമയത്ത് നമ്മൾ തീരുമാനം എടുക്കേണ്ടി വരും, ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ, ചില കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ. And why is he giving up everything else? That he may know him. എന്തുകൊണ്ടാണ് എല്ലാം വിട്ടുകൊടുക്കുന്നത്? ദൈവത്തെ അറിയാൻ വേണ്ടി. And not only him, the power of his resurrection. ദൈവത്തെ മാത്രമല്ല, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അറിയാൻ. The power of his resurrection is the power that saved us, the power that justified us.
ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മളെ രക്ഷിച്ചതും നമ്മളെ ദൈവത്തിന് മുമ്പാകെ നീതീകരിച്ചതും. It's the power that enables us to live life victoriously. ആ ശക്തിയാണ് വിജയകരമായ ഒരു ജീവിതം ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. It's a power that comforts us when we have losses in this world. ഈ ലോകത്ത് നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മളെ സ്വസ്ഥമാക്കുന്ന ആ കരം തന്നെയാണ്. You know, in this eternal life, that resurrection power is available. ഈ നിത്യജീവനിൽ നമുക്ക് ആ പുനരുത്ഥാനത്തെ ശക്തി അവൈലബിൾ ആണ്. Tell your neighbor, resurrection power of Jesus is available for you. നിങ്ങളുടെ അടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ടെ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്ക് ലഭ്യമാണ്. Come on louder. Come on louder. Are you convinced? പറയാമോ? The resurrection power of Jesus is available to save you, to justify you, to help you live victoriously. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമുക്കുണ്ട്, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ നീതീകരിക്കാൻ, ദൈവം ഉദ്ദേശിക്കുന്നവരെ നമ്മളെ ജീവിപ്പിക്കാനായിട്ട്. And also, He's called him to let go of those things so that he may fellowship with him in his sufferings. ദൈവം വിളിച്ചിരിക്കുന്നത് ആ കാര്യങ്ങളെയൊക്കെ വിട്ടുകൊടുത്ത് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടിൽ കൂടി കൂട്ടായ്മ കൊള്ളുകയാണ്. And that's not comfortable for us to hear. അത് കേൾക്കാൻ അത്ര വലിയ സുഖമൊന്നുമില്ല. But Paul was in a prison when he wrote this letter. ഇത് എഴുതുമ്പോൾ തന്നെയും പൗലോസ് തിരുശാലയിലായിരുന്നു. And in that prison, it's his knowledge of Christ that helped him and said, I'm willing to suffer because I know him. അവിടെ പോലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് പൗലോസിനെ സഹായിച്ചേ. ഇത് ഞാൻ ചെയ്യാൻ ഒരുക്കമാണ് ദൈവത്തെ അറിയാൻ വേണ്ടി. So eternal life is so valuable and we have to keep on choosing to live that life to the fullest. അതുകൊണ്ട് നിത്യജീവൻ അത്ര അമൂല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും അത് തിരഞ്ഞെടുക്കണം അതിൻ്റെ പൂർണ്ണത ജീവിക്കാൻ. Fifthly, it's a life of a disciple. അഞ്ചാമത് അതൊരു ശിഷ്യൻ്റെ ജീവിതമാണ്. You know, in a church, there are believers, there are seekers. സഭയിൽ പലപ്പോഴും വിശ്വാസികളുണ്ട്, തേടി അന്വേഷിക്കുന്നവരുണ്ട്. But the Lord is looking for disciples. എങ്കിലും ദൈവത്തിന് ആവശ്യം ശിഷ്യന്മാരെയാണ്. And we as a church, we have the vision of discipling people, the Great Commission. ഒരു സഭയായിട്ട് നമുക്കുള്ളത് ലോകത്തിലെ ഏവരെയും ശിഷ്യരാക്കുക എന്നുള്ള ദർശനമാണ്. I think that should be the vision of every church. ഞാൻ വിശ്വസിക്കുന്ന എല്ലാ സഭയുടെയും ദർശനം അത് തന്നെ ആയിരിക്കണമെന്ന്. And so eternal life is a life of a disciple. അതുകൊണ്ട് തന്നെ ആ നിത്യജീവൻ ഒരു ശിഷ്യന്റെ ജീവനാണ്. Mark 10 verse 17. Let's look at that. Now, Mark 10 verse 17. Now as he was going out on the road, Jesus was going out on the road, one came running, knelt before him and asked him, "Good teacher, what shall I do that I may inherit eternal life?" മാർക്കോസ് 10:17 നമുക്കിങ്ങനെ Just read the 17th verse. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, "നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം?" എന്ന് അവനോട് ചോദിച്ചു. So someone is running to Jesus, and this is the question: what shall I do to inherit eternal life? It's a Jewish person. ഒരു യഹൂദനായ ഒരു വ്യക്തി ഓടി യേശുക്രിസ്തുവിന്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്? And the Lord knows him, and the Lord replied. So Jesus said to him, "Why do you call me good? No one is good but one, that is God. You know the commandments. Do not commit adultery. Do not murder. Do not steal. Do not bear false witness. Do not." So he mentions all the commandments. യേശുക്രിസ്തു അദ്ദേഹത്തോട് പറയുകയും ചെയ്യുകയാണ്, എന്തിനാ എന്നെ നല്ലതെന്ന് വിളിക്കുന്നത്? ഒരാൾ മാത്രമേ ഉള്ളൂ നല്ലവൻ. ഇപ്പോൾ കൽപ്പനകളൊക്കെ അറിയാമല്ലോ, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കൊല ചെയ്യരുത്, ഇതൊക്കെ അറിയാമല്ലോ. And then Jesus looked at him, loved him, and said to him, "One thing you lack. Go your way, sell whatever you have, and give to the poor, and you will have treasure in heaven. And come, take up the cross and follow me." മലയാളത്തിലൊന്ന് വായിച്ചാട്ടെ. Verse 21 and 22. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. "ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റു ദരിദ്രർക്ക് കൊടുക്കുക. എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. Jesus looked at him and loved him. യേശുക്രിസ്തു അദ്ദേഹത്തെ നോക്കി സ്നേഹിച്ചു. So often we go off track and Jesus is just looking at us and loving us. പലപ്പോഴും നമുക്ക് ട്രാക്ക് തെറ്റിപ്പോകുമ്പോഴും യേശുക്രിസ്തു നമ്മളെ നോക്കി നമ്മളെ സ്നേഹിക്കുകയാണ്. And he just tells him the truth. എന്നിട്ട് നമ്മളോട് സത്യമാണ് യേശുക്രിസ്തു. You lack one thing. നിങ്ങൾക്ക് ഒരു കാര്യം കുറവുണ്ട്. You have put your treasures above me.
നിങ്ങളുടെ സമ്പത്തിനെ, നിങ്ങളുടെ നിധിയെ എനിക്ക് മേൽ വെച്ചിരിക്കുന്നു. There's nothing wrong to have treasures, but here there was a man who gave the first place to his wealth. നമ്മുടെ ജീവിതത്തിൽ നിധി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യങ്ങളുള്ളതിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ അതിന് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനം കൊടുക്കരുത്. He said, you lack one thing. നിങ്ങൾ ഒരു കാര്യം, അത് നിങ്ങൾക്ക് കുറവാണ്. The Lord may be telling you right now, നിങ്ങൾ ചിലപ്പം ദൈവം ഒരു കാര്യം പറയായിരിക്കും, you lack one thing. നിങ്ങൾ ഒരു കാര്യം കുറവുണ്ടെന്ന്. I don't know that one thing. ആ കുറവുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. But the Lord is looking at you lovingly and saying, you lack one thing. എങ്കിലും സ്നേഹപൂർവ്വം നിങ്ങളെ നോക്കി ദൈവം പറയുവാണ്, നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ കുറവുണ്ട്. Can you give the Lord that one thing and say, I want you to be Lord of my life. I'm releasing that one thing that I held on to. ആ ദൈവത്തെ നോക്കി നിങ്ങൾക്ക് പറയാം, ആ ഒരു കാര്യം ഞാൻ അങ്ങേക്ക് വിട്ടു തരികയാണ്, അങ്ങ് എൻ്റെ ജീവിതത്തിലെ കർത്താവാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഒരു മനുഷ്യൻ അങ്ങനെ വന്നു, വലിയ ഉത്സാഹത്തോടെ വന്നത് നിത്യജീവൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ കർത്താവ് സ്നേഹിച്ച് പറഞ്ഞു സത്യം. ഇന്ന് യേശു നമ്മളെ ഓരോരുത്തരെ നോക്കി സ്നേഹത്തോട് പറയുന്നു, ആ ഒരു കാര്യം മാറ്റണം. ആ ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം, എനിക്കറിയാം, വേറെ ആർക്കും അറിയില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കരിയറായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചറായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം. എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് മതി ദൈവവേല. താവ് പറയുന്നു, ആ ഒരു കാര്യം, ആ വൺ തിങ് അങ്ങ് മാറ്റിയിട്ട് എനിക്ക് ആദ്യ സ്ഥാനം തരൂ. ഗിവ് മീ ദാറ്റ് പ്ലേസ്, ദാറ്റ് വൺ തിങ്. ഇന്ന് കർത്താവ്, വേറെ ഒന്നും നിങ്ങൾ ഇന്നത്തെ മെസ്സേജിൽ നിന്ന് കേട്ടില്ലെങ്കിൽ ഇത് കേട്ടാട്ടെ. യേശു നിങ്ങളെ നോക്കി സ്നേഹിച്ചുകൊണ്ട് പറയുന്നു, ആ ഒരു കാര്യം എന്നിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ആ കാര്യം അതങ്ങ് മാറ്റി വെച്ചിട്ട് എന്നെ സ്നേഹിക്കുക, എന്നെ അറിയുക. ഹല്ലേലൂയ. ശുഭരെ ഖദീര വരെ ഖശിറ ശുഭരെ ഖദീര റററ ഓററ ബോറററ ദുരഖശിറ റേരാ ഓററ. താങ്ക് യു ലോർഡ്. നന്ദി 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 യേശുവേ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശു സത്യമേ പറയുള്ളൂ. ആ സത്യം കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഓരോരുത്തർക്ക് വേണം. സത്യമേ പറയുള്ളൂ, അത്രയ്ക്കും നമ്മളെ സ്നേഹിക്കുന്നു. അതാ പറയുന്നു, ഇത് പോരാ, എന്നോടുള്ള ഈ സ്നേഹം പോരാ, ഞാനെല്ലാം തന്നു നിനക്ക്, പകരം നീ എന്തെനിക്ക് തരും. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ വരുമ്പോൾ, കർത്താവെ, ഒന്നുമില്ല എനിക്ക് പറയാൻ, എനിക്കുള്ള അടുത്ത ശ്വാസം കർത്താവ് തന്ന, എനിക്ക് എൻ്റെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം കർത്താവിൻ്റെ കാര്യത്തിലാണ്. എന്തോ എൻ്റെ മനസ്സിലുണ്ട്, എനിക്കെന്തോ കൺട്രോളുണ്ടെന്ന്. പക്ഷെ ദാറ്റ്സ് എ ലൈ, ദാറ്റ്സ് എ ലൈ. കർത്താവ് പറയുന്നു, ആ വൺ തിങ് ഇന്ന് ഇവിടെ അങ്ങ് വെച്ചാട്ടെ. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് ആദ്യ സ്ഥാനം തരണം. എന്നിട്ട് ഈ മനുഷ്യന് അത് ചെയ്യാൻ പറ്റിയില്ല. ഓടി സന്തോഷത്തോടെ വന്നത്, പക്ഷെ തിരിച്ചു പോയത് സങ്കടത്തോടെ. കാരണം എനിക്ക് ആ വൺ തിങ് കൊടുക്കാൻ പറ്റില്ല. ആൻഡ് ഹി ലോസ്റ്റ് ഇറ്റ്. ഈ നിത്യജീവിതം കിട്ടാതെയായി കാണും, അൺലെസ് ഹി റിപ്പൻറ്റഡ് ലേറ്റർ. നടന്നാ തിരിച്ചു പോയത്. കാരണം ഈ ലോകത്തിൻ്റെ ആ പല പല കാര്യങ്ങൾ അങ്ങ് നമ്മളെ ചിലപ്പോൾ അങ്ങ് ട്രാപ്പ് ചെയ്യും. ഇതാണ് എല്ലാമെന്ന് ചിന്തിച്ചു പോവും. പക്ഷെ കർത്താവ് പറയുന്നു, ഇതൊക്കെ എല്ലാം പോവും, ബട്ട് ഓൺലി വാട്ട് ലാസ്റ്റ് ഇസ് വാട്ട് യു ഡു ഫോർ മീ. എനിക്ക് ചെയ്യുന്ന മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ എന്തുമാത്രം സമയം നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് വറി ചെയ്യുന്നു. ഇത് നടന്നില്ല, വീടായില്ല, കാറായില്ല,
എന്തിന്? അത് വേണം, അത് കർത്താവിന് അറിയാം. പക്ഷെ കർത്താവ് പറയുന്നു, എനിക്ക് ആദ്യം സ്ഥാനം തരും, ഞാൻ ബാക്കി നോക്കിക്കൊള്ളാം. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുന്നു, ടേക്ക് അപ്പ് ദ ക്രോസ് ആൻഡ് ഫോളോ മീ. അതാണ് നിത്യജീവൻ. ക്രൂശ് എടുത്ത് എൻ്റെ പുറകെ വരിക. അത് പറയുമ്പം പലർക്കും പേടിയാണ്, പക്ഷേ അതൊരു നല്ല ജീവിതമാണ്. കാരണം കർത്താവ് കൂടെയുണ്ട്. ആ ക്രൂശ് എടുക്കുമ്പോഴൊക്കെ കർത്താവ് കൂടെയുണ്ട്. തന്നെയല്ല, ഒരു സമയത്തും നമ്മൾ തന്നെയല്ല. ബട്ട് വെൻ യു ആർ ഇൻ ദ വേൾഡ്, ലോകത്തായിരിക്കുമ്പം പലപ്പോഴും നമ്മൾ തന്നെയാണ്. അതുകൊണ്ടല്ലേ ഒത്തിരി സാധനം നേടിയവർക്ക് തന്നെയാണെന്ന് മനസ്സിലാകുമ്പോൾ ആകെ ഒരു എംപ്റ്റിനെസ്. പക്ഷേ ഈ ക്രൂശ് എടുക്കുമ്പം കർത്താവ് കൂടെയുണ്ട്. ഒരിക്കലും കർത്താവിൻ്റെ കണ്ണുകൾ നമ്മളിൽ നിന്ന് മാറത്തില്ല. ഈ മനുഷ്യനെ നോക്കിയതുപോലെ സ്നേഹത്തോടെ നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. സോ ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ. അതുകൊണ്ട് തന്നെ അതൊരു ശിഷ്യന്റെ ജീവിതമാണ്. A.W. Tozer said, A.W. Tozer ഇങ്ങനെ പറയുണ്ടായി, the more fascinated we become with the toys of this world, the more we forget that there's another world to come. ഈ ലോകത്തിലെ കളിപ്പാട്ടങ്ങളിൽ നമ്മൾ എത്രയധികം മുഴുകിയിരിക്കുന്നോ അത്രയും നമ്മൾ വേഗത്തിൽ മറക്കും വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച്. There is another world that is starting now. മറ്റൊരു ലോകമുണ്ട്, അത് തുടങ്ങുന്ന ഇന്നാണ്. And so we don't have to be fearful of anything. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. Physical death also is just a passing into the continuation of this. നമ്മൾ ഭൗതികമായി അനുഭവിക്കുന്ന ഈ മരണം പോലും ആ നിത്യജീവനിലേക്കുള്ള തുടർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്. Because we won't have to face the second death. കാരണം നമുക്ക് രണ്ടാമതുള്ള മരണത്തെ അനുഭവിക്കേണ്ട ആവശ്യമില്ല. What a privilege. എത്ര വലിയൊരു സൗഭാഗ്യം. Amen. It is a life of a disciple. അതൊരു ശിഷ്യന്റെ ജീവിതമാണ്. Sixth, it is a life led by the Holy Spirit. ആറാമത്തേത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു ജീവിതമാണ്. John 4:13 and 14 says, നമുക്കത്, can you read in Malayalam? നമുക്കത് John chapter 4 verse 13 and 14. യോഹന്നാൻ 4:13 തൊട്ട് 14 വരെ നമുക്ക് മലയാളത്തിൽ ഒന്ന് വായിക്കാം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. How many of you don't want to thirst anymore? നിങ്ങൾ എത്ര പേർക്ക് ഇനിയും ദാഹിക്കണ്ട? If you come to him with this eternal life, we will not thirst for the things of the world, because the fountain is arising to eternal life. That fountain is the Holy Spirit in us. നമ്മൾ അവൻ്റെ അരികിലേക്ക് വരുവാണെങ്കിൽ ഈ ലോകത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഇനി നമുക്കൊരു ദാഹം ഉണ്ടാകില്ല. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ആ നിത്യജീവനുള്ള ആ നീരുറവ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളയ്ക്കും. What incredible things we have to guide us through this eternal life. ഈ നിത്യജീവനിൽ കൂടി നമ്മളെ നയിക്കാൻ എത്ര മനോഹരമായ ഒരുക്കമാണ് ദൈവം നമുക്ക് The തന്നിരിക്കുന്നത്. word of God, the Holy Spirit. ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ്. It is more effective than Google Maps. ഗൂഗിൾ മാപ്പിനേക്കാൾ എഫക്റ്റീവ് ആണ്. Sometimes when you go by the map, you go to a place where you can't go beyond that. പലപ്പോഴും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകുമ്പോൾ ഒരു കുടുക്കിലൊക്കെ പോയിട്ട് പിന്നെ അതിനപ്പുറം പോകാൻ കാണില്ല. But this, when we have these resources, the Holy Spirit, we will not lose our way. നമുക്ക് പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുമ്പോഴോ നമുക്ക് ഒരിക്കലും വഴി നഷ്ടപ്പെട്ടു പോകും. Amen. It's a life led by the Holy Spirit. അത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. And finally, we have to take hold of it. ഏറ്റവും അവസാനമായി നമ്മൾ അതിനെ മുറുകി പിടിക്കണം. 1 Timothy 6:12 says, "Fight the good fight of faith. Take hold of eternal life, to which you were called, and you made the good confession in the presence of many witnesses." 1 തിമോത്തിയോസ് 6:12 നമുക്കത് മലയാളത്തിൽ നിന്ന് വായിക്കാം. വിശ്വാസത്തിൻ്റെ നല്ല പൊറുപ്പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. Take hold is to seize. പിടിക്കുക എന്ന് പറയുമ്പോൾ അത് പിടിച്ചു മുറുക്കി അങ്ങ് പിടിക്കുക. There is an intentionality. അതിൽ നമ്മൾ അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. As I said earlier, we can't hold too many things. നമ്മൾ
പല കാര്യങ്ങളും ഒരു സമയം പിടിക്കാൻ പറ്റത്തില്ല. Sometimes I take so many things and then I forget the most important thing. പലപ്പോഴും ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്ത് പിടിച്ച് ഇതിൽ ഏറ്റവും മുഖ്യമായ കാര്യം എന്തെന്ന് മറന്നു. I will plan everything, get ready to go for a trip or a journey, but forgot my phone. ഞാനൊരു ട്രിപ്പിന് വേണ്ടി പ്ലാൻ ചെയ്ത് എല്ലാം ഒരുങ്ങുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ഫോൺ മറന്നു പോകും, Or my purse. അല്ലെങ്കിൽ എൻ്റെ പേഴ്സ്. So she said that make sure you take hold of eternal life. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിത്യജീവിതത്തെ മുറുകി പിടിക്കാൻ ഉറപ്പിക്കുക. And Paul says in that chapter that we should live in godliness with a culture of honor, as Pastor Lena shared last week. നമ്മൾ അത് തുടർന്ന് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ ദൈവഭക്തിയോടെ ജീവിക്കണം, അതും പരസ്പരം മാനിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് And വേണം. we need to be content with the money we have. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. He goes on to say, flee from the ways contrary to this. ഇതിന് വിപരീതമായ വഴികളിൽ നിന്ന് ഓടി മാറുക എന്നാ പറയുന്നത്. But pursue righteousness, godliness, faith, love, perseverance and gentleness. ദൈവഭക്തിയെ, നീതിയെ, വിശ്വാസത്തെ, സ്നേഹത്തെ, സൗമ്യതയെ ഇതിനെ പിന്തുടരുക എന്നാ പറയുന്നത്. If you pursue this, you can take hold of eternal life. ഇതൊക്കെ നിങ്ങൾ പിന്തുടർന്ന ആ നിത്യജീവിതത്തെ നിങ്ങൾക്ക് മുറുകെ പിടിക്കാം. And just read verse 18 and 19. 1 Timothy 6 verse 18 and 19. ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുക. So pursue these things and do the right works that you may have treasure. അപ്പം ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇതിനെ പിന്തുടരുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു നിധി ഉണ്ടാകാൻ വേണ്ടിയാണ്. In Matthew 6, Jesus says, don't, store up treasures in this world, but store up treasures in heaven. മത്തായി 6 യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി നിധി സംബന്ധിച്ച് കൂട്ടി വെക്കരുത്, പകരം സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിധി ശേഖരിക്കുക. Eternal life is all about that account. നിത്യജീവൻ ആ സ്വർഗത്തിലെ അക്കൗണ്ടിനെ കുറിച്ച്, Not about the account here. ഇവിടുത്തെ അക്കൗണ്ടിനെ കുറിച്ചല്ല. And when you keep on doing the things of will of God, obeying Him, that account gets filled up. നിങ്ങൾ ദൈവഹിതത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആ സ്വർഗത്തിലെ അക്കൗണ്ട് നിറഞ്ഞു. What a privilege, no? ഇത്രയുള്ളൊരു സൗഭാഗ്യം. We need to check our account. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. Because that is an eternal account. കാരണം അതൊരു നിത്യമായ അക്കൗണ്ടാണ്. There are rewards based on that account. നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രതിഫലം ആ അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ കിട്ടുന്ന മാത്രമല്ല, അവിടെ കിട്ടുന്ന പ്രതിഫലം. ആമേൻ. അവിടെ The rewards there. ആമേൻ. We will all reach there, but the rewards also based on how much we have stored up in heaven. നമ്മൾ അവിടെ എത്തുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന എല്ലാ പ്രതിഫലവും നമ്മൾ എന്തുമാത്രം അവിടെ നിക്ഷേപിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ. So today, as I shared, I think I want you all to take home the fact that eternal life is a precious gift that God has given each one of us. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേട്ടത് നിങ്ങൾ സ്വീകരിച്ച് കൂടെ കൊണ്ടുപോകേണ്ട കാര്യം ഇതാണ്, നമുക്ക് തന്ന അമൂല്യമായ ഒരു വരമാണ് ഈ It നിത്യജീവൻ. started now. അത് തുടങ്ങുന്ന From the ഇന്നാണ്. time you accepted Jesus as your Savior. Actually. നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ തൊട്ട് അത് തുടങ്ങിയിരിക്കുന്നു. It is not an ordinary life. It's an abundant life filled with the presence of God. അതൊരു സാധാരണ ജീവിതമല്ല, അത് കവിഞ്ഞൊഴുകുന്ന ഒരു ജീവമാണ്. അത് കവിഞ്ഞൊഴുകുന്ന ദൈവ സാന്നിധ്യം കൊണ്ടുമാണ്. It is knowing God. അത് ദൈവത്തെ അറിയുന്നതാണ്. It is a life that is more valuable than anything. അത് എന്തിനേക്കാളും അമൂല്യമായ ഒരു ജീവിതമാണ്. It's a life of a disciple. അതൊരു ശിഷ്യന്റെ ജീവിതമാണ്. And we have the Holy Spirit to help us. നമ്മളെ അതിൽ സഹായിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. But we need to take hold of it. എങ്കിലും നമ്മളാണ് അതിനെ മുറുകെ പിടിക്കേണ്ടത്. And that is our choice. അത് നമ്മുടെ തീരുമാനമാണ്. Shall we pray? നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. Shubarakadara. താവേ, ഈ സമയത്തിനായി നന്ദി. നമ്മളിപ്പോൾ കുറച്ച് വർഷിപ്പ് ചെയ്യാൻ പോവാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ഇന്ന് കേട്ട കാര്യങ്ങൾ പറ്റി ചിന്തിച്ച് എന്താണ് നിങ്ങൾ എടുത്ത തീരുമാനം, അതൊന്ന് കർത്താവിനോട് പറഞ്ഞാട്ടെ. ആസ് വി വർഷിപ്പ്. ഏറിയൊന്നുമില്ല, അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല.
നിൻ സാന്നിധ്യം പോൽ വേറെ ഒന്നുമില്ല. അതു പകരും ധൈര്യം പോൽ മറ്റൊന്നുമില്ല. യേശുവേ നീ മതി. ഹല്ലേലൂയ. ഈ മരുയാത്രയിലെന്നും തുണയാ നാഥനേ അങ്ങു മാത്രമേ. എല്ലാരും പാടിയാട്ടെ. അനുദിനവും കർത്താവ് നമ്മളെ വഴി നടത്തും. വഴി നടത്താൻ യേശുവേ നീ മതി. ഹല്ലേലൂയ. ഈ മരുയാത്രയിലെന്നും തുണയാ നാഥനേ അങ്ങു മാത്രമേ അനുദിനവും വഴി നടത്താൻ. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യം മതി. കർത്താവിനെ അറിയുന്നതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആഗ്രഹം. We want to know you, Lord. കർത്താവിനെ അറിയണം. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ഇവിടെ ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഞാൻ പറയാ, യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. He rose again. And if നിങ്ങൾ നമ്മുടെ പാപം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇത് കേൾക്കുന്നവർ, ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, എൻ്റെ പാപങ്ങൾ കഴുകിയാട്ടെ, എനിക്കിന്ന് എൻ്റെ മകനാകണം, മകളാകണം. And the Lord will give you, will save you, നിന്നെ രക്ഷിക്കും. അത് മാത്രമല്ല, നിത്യജീവൻ തരുന്ന ദൈവമാണ്. ഇവിടെയുള്ള ഓരോരുത്തരും നിങ്ങൾ ആ ദൈവത്തിൻ്റെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് നടക്കണം. ദൈവത്തെ അറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നടന്ന് യേശുവിൻ്റെ ശിഷ്യനായിട്ട് തന്നെ നടന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. ഞാനോ കുറയേണം, അങ്ങെന്നിൽ നിറയേണം. നിൻ മകനായി ജീവിപ്പാൻ, നിന്നിഷ്ടം ചെയ്യുവാൻ. കർത്താവേ, ഇതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ കുറയണം, നീ കൂടണം ഞങ്ങളുടെ ജീവിതത്തിൽ. കർത്താവിൻ്റെ കൂടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ ലീഡ് ഗൈഡിങ്ങിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഹെൽപ്പ് us ലോർഡ്. ആ നിത്യജീവിതത്തെ അങ്ങ് പിടിച്ച് എടുക്കാൻ, ടു ഹോൾഡ് ഫാസ്റ്റ് ടു ഇറ്റേണൽ ലൈഫ്. ഒരിക്കലും അത് വിടാത്ത വിധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചതിനായി സ്തോത്രം. I pray ഈ വചനം ഇന്ന് മാത്രമല്ല, ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പിന്നെയും ഞങ്ങളത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കട്ടെ. എല്ലാം കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് എല്ലാം യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ.